മാഷാ അല്ലാ, അങ്ങനെ ഞങ്ങളെ മുത്തുമണിക്ക് 5 വയസ്സാവാൻ പോവാണ് കേട്ടോ. 21/8/2019 കേട്ടോ ആ ഒരു ദിവസം. അങ്ങനെ തലേന്ന് തന്നെ ഞാനും നാച്ചും അബ്ബയൊക്കെ കൂടി എൻ്റെ കൂട്ടുകാർക്കുള്ള മുട്ടായി സെറ്റാക്കി കേട്ടോ. പെൻസിലും ഇറേസറും ഇങ്ങനെ മുട്ടായും അതിൻ്റെ ഫോട്ടോസും എൻ്റെ കൂട്ടുകാർക്ക് കേട്ടോ. അപ്പോൾ അതേപോലെ പെന്ന് സെറ്റ് ചെയ്ത് ടീച്ചേഴ്സിന് കേട്ടോ. അപ്പോൾ ഒക്കെ ഇങ്ങനെ സെറ്റാക്കി റെഡിയാക്കി ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നാച്ചുവിന് ഭയങ്കര സന്തോഷം. നാച്ചുവിന് എത്രയും പെട്ടെന്ന് ബർത്ത്ഡേൻ്റെ ഡേ ആവാണം കേട്ടോ. അത് കൂട്ടുകാർക്ക് കൊണ്ടു കൊടുക്കാൻ ഭയങ്കര ആകാംക്ഷയാണ്. നല്ല ആകാംക്ഷയിലാട്ടോ അന്ന് കേട്ടോ. അൽഹംദുലില്ലാ അങ്ങനെ ആ ഡേ വന്നെത്തിട്ടോ. അങ്ങനെ രാവിലെ കുളിച്ചു മാറ്റി സുന്ദരനായ സ്കൂളിൽ പോവാൻ കേട്ടോ. അപ്പ നാച്ചുവിന് നാനോക്കാരൻ്റെ ചാവി കൊടുത്തിട്ടോ. ഇതാണ് നാച്ചുവിന് ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നാച്ചു ആദ്യം തന്നെ നമ്മൾ അബ്ബക്ക് മിഠായിയൊക്കെ കൊടുത്ത് അങ്ങനെ അബ്ബയും വേണ്ടിയും വിശ്വാസമൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ എണീറ്റപ്പം തന്നെ വിഷ് ചെയ്തിട്ടോ. അതാ നമ്മള് സുന്ദരൻ അങ്ങനെ കാറി കയറി സന്തോഷത്തോടെ കൂട്ടുകാർക്ക് മിഠായി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഈ പ്രാവശ്യം അബ്ബൻ്റെയും മുന്നും കൂടെ കേട്ടോ സ്കൂളിലേക്ക് മിഠായിയൊക്കെ കൊടുക്കാൻ ആള് വരുന്നത്. സ്കൂളിലെത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ആദ്യം എൻ്റെ പ്രിയപ്പെട്ട മിസ്സിനും പിന്നെ എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മിഠായി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവൻ്റെ പ്രിയപ്പെട്ട മിസ്സിനും അവൻ്റെ കൂട്ടുകാർക്കും ഒക്കെ കൊടുത്ത് പിന്നെ നമ്മൾ LKG കൂട്ടുകാർക്ക് മിഠായി കൊടുക്കണം കേട്ടോ നാച്ചു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും LKG കൂട്ടുകാർക്കും മിഠായി കൊടുത്തു. അങ്ങനെ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിലും നാച്ചൂസ് മിഠായി കൊടുക്കുന്നുണ്ട് കേട്ടോ. ടീച്ചേഴ്സിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിസ്സിൻ്റെ ഒക്കെ ഒരു ചോക്കൊക്കെ കിട്ടിയിട്ടോ നാച്ചുവിന് ഗിഫ്റ്റായിട്ട്. അങ്ങനെ സ്കൂളിലെ മിസ്സുമാർക്കും ചേച്ചിമാർക്കും സാറുമാർക്കും എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്തിട്ടോ. നാച്ചു ഹാപ്പി. നാച്ചുവിനൊരു പേടിയുണ്ട് കേട്ടോ. ഞങ്ങൾ അഭിയമ്മയും പോവും അവനെ അവിടെ ആക്കിയിട്ട് ഒരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അവന് മിസ്സിൻ്റെ കൂടെ എല്ലാ ക്ലാസ്സിലും എല്ലാ ടീച്ചേഴ്സിൻ്റെ അനുഗ്രഹവും ഒക്കെ കിട്ടിട്ടോ. നല്ല ഹാപ്പി ആയ ഒരു ദിവസം കേട്ടോ നാച്ചു വന്ന്. അവൻ്റെ കൂട്ടുകാരെയും ടീച്ചേഴ്സിൻ്റെ ഒക്കെ വിശ്വാസം കിട്ടി നല്ല സംതൃപ്തിയായ ഒരു ദിവസം കേട്ടോ. ഞങ്ങളും ഹാപ്പിയായി, നാച്ചു ഹാപ്പിയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളും വീട്ടിലേക്ക് വന്ന് സെക്കൻഡ് ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് നാച്ചു കൂട്ടുകാർക്ക് പായസം കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ പായസമൊക്കെ സ്കൂളിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. അതിന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളെ മിസ്സ് വിളിച്ച് പായസം കൊടുക്കാൻ നേരപ്പോൾ ഞങ്ങൾ പോയി എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു മധുരം കൂടി നൽകിട്ടോ. അപ്പം വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മളെ പിസ്സ ഹട്ടിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കേക്ക് മുറിക്കുക ഒരു ചേഞ്ച് കേട്ടോ. അവിടെ ഒരു കുഞ്ഞ് ഡെക്കറേഷനൊക്കെ ചെയ്ത് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടോ. കേക്ക് കണ്ടപ്പോൾ നാച്ചു ഹാപ്പി ആയിട്ടോ. നാച്ചുവിന് പ്രിയപ്പെട്ട വണ്ടികളാണ് കേട്ടോ കേക്കിൻ്റെ മുകളിൽ ചെയ്തത്. അങ്ങനെ ആൾ നല്ല ഹാപ്പിയായി. മാഷാ അല്ലാ. അങ്ങനെ 5 വയസ്സായിട്ടോ ഞങ്ങളെ പൊന്നു മോനെ. ഞങ്ങളെ പൊന്നിന് പൂർണ്ണ ആരോഗ്യത്തോടെയും ആഫിയത്തോടും കൂടെയുള്ള ദീർഘായുസ് നൽകണേ നാഥാ. ആമീൻ ആമീൻ. എല്ലാവരും പ്രാർത്ഥന. മാഷാ അല്ലാ മാഷാ അല്ലാ. അങ്ങനെ 5ാമത്തെ ബർത്ത്ഡേൻ്റെ
കേക്കും നാച്ച് കട്ട് ചെയ്തിട്ടോ. അവൻ്റെ സന്തോഷമാണ് ഞങ്ങൾ വലിയ സന്തോഷം. അവനിങ്ങനെ ഒരുപാട് വേണം, ഗിഫ്റ്റ് വേണം അങ്ങനത്തതൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞങ്ങളെല്ലാം എന്താ പറയുക, അവൻ്റെ ഒരു ഹാപ്പിനെസ് കാണാൻ വേണ്ടി എല്ലാം അബ്ബയും ഉമ്മയും അവന് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കട്ടോ. ഇതുവരെ ഞങ്ങൾക്ക് ഒരുക്കാൻ കഴിഞ്ഞു. ഇനിയുള്ള ബർത്ത്ഡേക്കും ഞങ്ങൾക്ക് ഇതേപോലെ അവനെ ഹാപ്പി ആക്കാൻ കഴിയട്ടെ റബ്ബേ. അതിനുള്ള ആരോഗ്യം ആദ്യമൊക്കെ കേടില്ല. അങ്ങനെ നാച്ചുവിനെ കട്ട് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ കൂടി അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫും ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്തിട്ടോ. സ്റ്റാഫൊക്കെ നല്ല നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. കാരണം അവർ ഞങ്ങൾക്ക് ഇപ്പോൾ കേക്ക് മുറിക്കുമ്പോൾ പാട്ടിട്ടെന്നു സംഭവം സെറ്റാക്കി പവറാക്കി തന്നിട്ട് അവർ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. അല്ലാതാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തതും ആക്കിയതും ഒന്നുമല്ല കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെ കേക്ക് മുറിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ കേക്ക് വാങ്ങിച്ചു വരുമ്പോൾ അങ്ങനെ ജസ്റ്റ് അങ്ങ് പോയതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നല്ലൊരു പീസൊക്കെ കഴിച്ച് അടിപൊളിയായി. നാച്ചുവിന് പിസ്സ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നാച്ചു പീസൊക്കെ കഴിച്ച് വീട്ടിൽ പിന്നെ കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പെട്ടെന്ന് വന്ന് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കിയുള്ളൂ. ബാക്കിയൊക്കെ വീട്ടിൽ വന്ന് സെറ്റാക്കി റെഡിയാക്കി രാത്രി ഇതാ നമ്മളെ ഗസ്റ്റുകൾ എത്തിട്ടോ. അപ്പോൾ അവർക്ക് കേക്കും പായസമൊക്കെ ആദ്യം കൊടുത്തിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കഴിഞ്ഞില്ല. അങ്ങനെ ഇതാ അവർ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ഗസ്റ്റുകൾ. അപ്പോൾ അവരിതാ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ച് അവർ പോയി കഴിഞ്ഞിട്ടോ. അപ്പം നാച്ചുവിന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ എന്താ അവർ കൊണ്ടുപോയി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ നാച്ചുവിന്. എന്താ നല്ലൊരു അടിപൊളി ടീഷർട്ടും ഒരു ബാഗി പാൻറ്റും ഒക്കെ കിട്ടിട്ടോ. ഗിഫ്റ്റ് വേണ്ടേ? അതിലിറക്കി അപ്പോൾ ഇതായിരുന്നു കേട്ടോ നാച്ചുവിന് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ്. നാച്ചുവിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഒരുവിധം എല്ലാ സംഭവങ്ങളും നാച്ചുവിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇല്ലായിരുന്നു കേട്ടോ. അതിനിത് കൊടുത്തപ്പോൾ ആളെ ഹാപ്പി ആയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നാച്ചുവിൻ്റെ ഈ ബർത്ത്ഡേ അടിപൊളി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ ഈ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ. നാച്ചുവിൻ്റെ രാവിലത്തെ കുറേ ഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. നാച്ചു അടുത്ത വീട്ടിൽ എല്ലാവർക്കും മിഠായി കൊണ്ട് കൊടുത്തതും അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കുറേ ഭാഗങ്ങൾ മാത്രമേ വീഡിയോയിൽ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ഭാഗങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാണ്ട് കേട്ടോ. നാച്ചുവിൻ്റെ ഒരു ഓർമ്മക്കായിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. വീഡിയോ ആണെങ്കിലും പല പൊസിഷനുകളിലൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്രാവശ്യം എടുത്തത്. ഒന്നൊരു കറക്റ്റ് അല്ലായിരുന്നു, ഒരു സ്പീഡായിരുന്നു കേട്ടോ. തന്നെ ഞങ്ങൾ കൊണ്ടുപോയി ആക്കി കൊടുത്തേ മിഠായിയൊക്കെ കൊടുത്തേ ഞങ്ങൾ പോയിട്ടാണ് കേട്ടോ. പിന്നെ അതേമാതിരി നാച്ചുവിനെ സ്കൂളിൽ നിന്ന് കൂട്ടി പിന്നെ അവന് ഫുഡ് കൊടുത്ത കാര്യങ്ങൾ അങ്ങനെ പല ഭാഗങ്ങളും ഒരു ഉൾപ്പെടുത്തി. ഹലോ അസ്സലാമു അലൈക്കും, റഹ്മാസ് വ്ളോഗാണ്. അപ്പം നമ്മളെ കോട്ടക്കലുള്ള മുഹമ്മദ് നാസിൽ മോൻ്റെ 5ാം പിറന്നാളായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അവൻ്റെ പേരൻസ് 10 എത്തിമക്കൾക്ക് ഫുഡ് നമ്മളെ ബിരിയാണി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പാക്ക് ചെയ്ത് കച്ചവടത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ അത് കൊണ്ടു കൊടുത്തിട്ടാണ് നമ്മൾ കച്ചവടത്തിന് പോവുക. അപ്പോൾ ആ പൊന്നുമോൻ്റെ പിറന്നാളിൻ്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പൊന്നുമോൻക്ക് ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടും ആരോഗ്യ ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പഠിച്ച റബ്ബിനോട് പറയാം. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ ഇനിയും ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വിളിക്കാൻ മറക്കരുത്. ഇസമോളെ കോട്ട് കയറിയിരിക്കണല്ലേ, ഇസമോളെ കോട്ട് മാറ്റണം നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാ പോയാൽ
കൺമണിയെ നല്ല അഴകാം നാസിൽ മോന് പിറന്നാളിൻ രാവിൽ ഇന്ന് മുഞ്ചിലൊരുങ്ങിയിട് അപ്പനിസാബിൻ നല്ല അഴകാം കൺമണിയെ ഉമ്മി മുഹ്സീന ആശിച്ച് പോറ്റ